എന്ത് പറയാനാ ഓരോരുത്തരുടെ കാര്യങ്ങളെ. എന്തായാലും നീ ചെന്ന് കയറിയ സ്ഥലം കൊള്ളാം. സുശീല വീണ്ടും ബിസിനസ് ഒക്കെ തുടങ്ങിയെന്ന് കേട്ടു. സത്യാണോ? എങ്കി പിന്നെ എന്തിനാടി നീ ഇങ്ങനെ മുട്ട കെട്ടിപ്പറിക്കാൻ നടക്കണത്? നാട്ടുകാരെ ചോദിച്ച പറയാൻ വല്ല പണിയും വേണ്ടേ? ഹാ, എല്ലാവരും മുട്ടക്കച്ചവടാണല്ലോ. സുശീല എവിടെ? സുശീലയിടത്തേക്ക് തീരെ വയ്യ. നാട്ടുകാർ പലതും പറയും. മോളത് കാര്യമാക്കണ്ട. എന്താവശ്യത്തിനും വർഗീസിട്ടുണ്ടോ? മോളുള്ള ആത്മാർത്ഥം കൊണ്ട് ചോദിക്കുന്നതാ. സത്യത്തിൽ ആരാ നിന്നെ പീഡിപ്പിച്ചത്? അവൻ ആരാണെങ്കിലും പറയേ. പറഞ്ഞ ചേട്ടൻ എന്തു ചെയ്യും? ചേട്ടാ, എല്ലാ ആണുങ്ങളിലും ഉണ്ട് ഒരു റേപ്പിസ്റ്റ്. അത് നിങ്ങളുടെയൊക്കെ നോക്കിലും വാക്കിലും പ്രവൃത്തിയിലും സ്വപ്നത്തിലൊക്കെ ഉണ്ട്. എന്നെ പീഡിപ്പിച്ച കാര്യം നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അതുകൊണ്ട് എനിക്കിനി ഒന്നും നോക്കാനില്ല. എല്ലാത്തിൻ്റെയും പേര് ഞാൻ പറയും. അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. ചേട്ടൻ ആ മുട്ട എടുത്തിട്ട് ആ ബാസ്ക്കറ്റിങ് താ, എനിക്ക് പോണം. നിനക്ക് എന്തറിയാസേ പറ്റിയത്? കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കണം. ഏറ്റവും വലിയ പാപമാണ് നമ്മൾ ചെയ്തത്. നമ്മൾ എന്ത് ചെയ്യുന്ന നീ പറയണത്? ആ കന്യാസ്ത്രീയോട് കാണിച്ച ക്രൂരത എന്താണെന്ന് നമ്മുടെ ഉമ്മയ്ക്കോ പെങ്ങൾക്കോ അത് സംഭവിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ. പിന്നെ അങ്ങനെ എല്ലാ ഭാരതീയരും സഹോദരി സഹോദരന്മാരായ പിന്നെ കല്യാണം പോലും കഴിക്കാൻ പറ്റൂല. ഒരു പോടാപ്പ. എന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് നീ പറയണത്? നമ്മളാ അവളുടെ ജീവിതം ഇല്ലാതാക്കിയത്. കർത്താവിന്റെ മണവാട്ടിയാവാൻ വന്നവളെ ഇന്ന് നാട്ടുകാർ കുത്തിപ്പറിക്കുക. നമുക്കല്ലടാ അതിന്റെ ഉത്തരവാദിത്തം. അതിന് നമ്മൾ എന്ത് ഉത്തരവാദിത്തം ഏറ്റെടുക്കാനാണ്? ഞാൻ തീരുമാനിച്ചു. എന്ത്? എനിക്ക് അവളെ കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കേ? എടാ റിയാസെ, കഴിഞ്ഞതൊക്കെ ഒരു സ്വപ്നം പോലെ അങ്ങോട്ട് മറക്കടാ. എന്നിട്ട് പുതിയ പുതിയ സ്വപ്നങ്ങൾ കാണാൻ ശ്രമിക്കും. ഇതൊരുമാതിരി മറക്കാം. പക്ഷെ നമ്മുടെ ആരുടെയോ കുഞ്ഞ് അവളുടെ വയറ്റിൽ വളരുന്നുണ്ട്. അതും കൂടെ എങ്ങനെ മറക്കണമെന്ന് നീയൊക്കെ പറഞ്ഞു തന്നാ മതി. നീ എന്തായി പറയണത്? അവള് ഗർഭിണി വന്നാ ഇനി വല്ല ഗർഭ സത്യാഗ്രഹം നടത്തും? എന്റെ ദൈവമേ. എടാ, അവളുടെ ഉദ്ദേശം എന്താന്ന് എനിക്കൊരു പിടിയും കിട്ടാനുള്ള. കഷ്ടപ്പെട്ട ആലോചിക്കണ്ട. അതുകൊണ്ടാ പറഞ്ഞത് അവളെ ഞാൻ തന്നെ കെട്ടിക്കോളാന്ന്. എടാ റിയാസ്, നീ അവിവേകം ഒന്നും കാണിക്കല്ലേ? ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനം. എനിക്ക് അവളെ കൈവിടാൻ വയ്യ. അതല്ലടാ, നമ്മൾ 3 പേര് ഉപയോഗിച്ച പെണ്ണ്. നമ്മളിൽ ആരാ അവളുടെ ഗർഭത്തിന് ഉത്തരവാദി എന്ന് പോലും അറിയില്ല. നാട്ടുകാരറിഞ്ഞ നാണക്കേടല്ലടാ. വേണ്ട, നീ അത് വിട്ടുകളാ. എനിക്കൊരു തന്നെ സർട്ടിഫിക്കറ്റ് വേണ്ട. ഞാൻ അവളെ കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടും. എനിക്ക് എന്റെ തെറ്റ് തിരുത്തി അവളെ സംരക്ഷിക്കണം. ദൈവം 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 ഈശ്വര ഈശ്വര. സുശീലടത്തി, സുശീലടത്തി. ഹോ, കഞ്ഞി കുടിക്കാനും സമ്മതിക്കൂലല്ലോ. ഏതവനാണ് അത്? എന്താണ് ഈ നേരത്ത്? എനിക്ക് അനീറ്റ ഒന്ന് കാണണമായിരുന്നു. ഈ നേരത്ത് ഇപ്പൊ അവളെ കണ്ടിട്ട് നിനക്ക് എന്താണ് ഇത്ര അത്യാവശ്യം? എനിക്കൊരു കാര്യം പറയാനാ. നീ കള്ളു കുടിച്ചിട്ടുണ്ടോ? കള്ളു കുടിച്ചോണ്ട് രാത്രി കാര്യം പറയാൻ വന്നിരിക്കണം. കാണലും കാര്യം പറയലും ഒക്കെ പകലി. നീ ഇപ്പൊ പോ, എന്നിട്ട് നാളെ വാ. എടാ, നിന്നോടല്ലേ പോകാൻ പറഞ്ഞത്?